അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് 4 ആയത്തുകളാണ്. ഒരാൾ പരിശുദ്ധമായ ഖുർആനിലെ ഈ ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയതിൻ്റെ സ്ഥാനത്താണ്. ധാരാളം പേരുകളുള്ള ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നും തൻസീൽ എന്നും തജ്രീദ് എന്നും തൗഹീദ് എന്നും നജാത്ത് എന്നും വിലായത്ത് എന്നും തുടങ്ങി ധാരാളം പേരുകളുള്ള ഒരു വിശിഷ്ട സൂറത്താണ് ഈ സൂറത്ത്. ഇതിനൊരു മനുഷ്യൻ 10 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ പ്രത്യേകമായ ഭവനം നൽകുന്നതാണ്. 20 പ്രാവശ്യം ഓതിയാൽ 2 ഭവനം അവർക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സൂറത്തിനെ 33 വട്ടം ഓതിക്കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്നും അവനിക്ക് അല്ലാഹു തആല ശമനം കൊടുക്കുകയും, അഥവാ ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഖബറിൽ യാതൊരു പ്രയാസങ്ങളും ഒരു വിഷമങ്ങളും ഒരു ഇടങ്ങേറുകളും ഖബറിൻ്റെ ഉയർത്ത് അതിൻ്റെ ഇടങ്ങേറ് അതിൻ്റെ ഇരുട്ടിൽ നിന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻക്ക് അല്ലാഹു തആല മോചനം നൽകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്ത് പാലത്തിലൂടെ പെട്ടെന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ ഈ സൂറത്ത് പതിവാക്കുന്നവർക്കും ഓതുന്നവർക്കും സാധിക്കുമെന്നും പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇത് ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രയാസങ്ങളുടെ ഘട്ടത്തിലും മറ്റ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഈ സൂറത്ത് 313 പ്രാവശ്യം ഒരാൾ നേർച്ച ചെയ്ത് 41 ദിവസം 313 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഏതൊരു വിഷയത്തിനും അത് പരിഹാരമാകുമെന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൻ്റെ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.